ഹലോ, ദിസ് ഇസ് സൽമാൻ. ഈ പ്രസന്റേഷനിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാർക്കറ്റ് ഏകദേശം 13% റിട്ടേൺസ് നൽകിയപ്പോൾ എങ്ങനെയാണ് ഞാൻ 25% ജനറേറ്റ് ചെയ്തത് എന്നാണ് പറയാൻ പോകുന്നത്. പെർസെൻറ്റേജ് ടേംസിൽ പറയുകയാണെങ്കിൽ ഏകദേശം മാർക്കറ്റിൻ്റെ ഡബിളാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന മറ്റ് ചില മെത്തഡോളജീസിനെ കുറിച്ചും ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് തിങ്സ് ക്ലിയർ ആക്കാം, ദിസ് ഇസ് നോട്ട് ലക്ക്. ഇത് ഏതെങ്കിലും ഒരു സീക്രട്ട് ഇൻഡിക്കേറ്ററോ ഡേ ട്രേഡിംഗ് ഒന്നുമല്ല. ആക്ച്വലി ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോസസ്. കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഐ ഷോ യു വിത്ത് ദ മാത്ത് വിഷ്വലി. ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ അപ്രോച്ച് ഞാൻ കാണിക്കാം. ഇതൊരിക്കലും ഒരു പുതിയ അപ്രോച്ച് അല്ല, വളരെ അധികം യൂസ് ചെയ്യുന്നൊരു അപ്രോച്ചാണ്. 2010 തൊട്ട് ഞാൻ ഈ ഇൻവെസ്റ്റിംഗ് വേൾഡിൽ ആക്റ്റീവാണ്. റിയൽ മാർക്കറ്റ്സിൽ ഈ കോൺസെപ്റ്റ്സ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പഠിച്ച ചില പാഠങ്ങളാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. തിങ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ആസ് ലെവൽസ്. നമ്മളൊരു ബേസിൻ്റെ മുകളിൽ, വളരെ സ്ട്രോങ് ആയിട്ടൊരു ബേസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ലെവൽസാണ് ഇൻവെസ്റ്റിങ്ങിൻ്റെ പല മെത്തേഡ്സും. യു ഡോണ്ട് ജംപ് ടു ഹയർ ലെവൽസ് ഡയറക്ട്ലി. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ കയറേണ്ടത്. ബട്ട് അതേസമയം ഈ ബേസ് വീക്ക് ആണെങ്കിൽ എല്ലാം കൊളാപ്സ് ആവും. സോ ഇപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ SIP ആണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലും മറ്റ് ഇൻസ്ട്രുമെൻസിലും ഒക്കെ നമ്മൾ നോർമലി ചെയ്തു വരുന്ന അതേ കാര്യം. ലെവൽ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു SIP തന്നെയാണ്. ബട്ട് ഇവിടെ നമ്മൾ കുറച്ചും കൂടി അതിനെ ഡൈനാമിക് ആയിട്ട് വയ്ക്കും. നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ട് ഡിപ്ലോയ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്പം മാത്രം ഡിപ്ലോയ് ചെയ്യാനോ വേണ്ടിയിട്ട് അതിനെ ക്രമീകരിക്കും. സോ ഇവിടെ നമ്മൾ കാണുന്നത് QQQ എന്ന നാസ്ഡാക്കിൻ്റെ ETF-ൻ്റെ ചാർട്ടാണ്. സോ SIP മെത്തേഡിൽ ഈ ഓറഞ്ച് ലൈൻസ് കാണിക്കുന്നത് ഓരോ മാസവും ഒരു ഫിക്സ്ഡ് ഡേറ്റിൽ ഫിക്സ്ഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ മന്തിൻ്റെ സ്റ്റാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ബട്ട് ഓപ്പർച്യൂണിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഗ്രീൻ ലൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ലാസ്റ്റ് ഓൾ ടൈം ഹൈ ഇന്ന് ഒരു 4 to 5% താഴേക്ക് ഡിപ്പ് വന്നപ്പോൾ മാത്രമാണ് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓരോ 5% ഫോളോ വരുമ്പോഴും നമ്മൾ വീണ്ടും ഈ ബൈങ് തുടരും. മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് എത്തുമ്പോൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അവിടെ നിന്ന് ഇനി അടുത്ത ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണ്ടും അത് താഴേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ എക്സ്ട്രാ എമൗണ്ട് ഡിപ്ലോയ് ചെയ്യും. സോ ഇതിൻ്റെ ഇനി PNL-ലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ലെഫ്റ്റ് സൈഡിൽ SIP-യുടെ ടേബിളാണ് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് SIP മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ ഏകദേശം 13% ഈൽഡാണ് കിട്ടിയത്. പക്ഷേ റൈറ്റ് സൈഡിൽ കാണുന്ന ടേബിളിൽ ഓപ്പർച്യൂണിറ്റി മെത്തേഡിൽ നമ്മൾ 25% പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കാണുന്നത്. സോ ഇവിടെ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കാം. ഒന്ന്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ടേംസിലും തന്നെയല്ല ആബ്സല്യൂട്ട് പ്രോഫിറ്റ് ടേംസിലും രണ്ടിലും നമുക്ക് കൂടുതൽ ലാഭം കിട്ടിയിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ്. അത് മാത്രമല്ല, ടോട്ടൽ ഡിപ്ലോയിഡ് ക്യാപിറ്റലും ഓപ്പർച്യൂണിറ്റി മെത്തേഡിൽ വളരെ കുറവാണ്. മാർക്കറ്റിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് റിട്ടേൺസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏത് ഇൻഡെക്സ് എടുത്താലും ഒരു വർഷത്തിനിടെ പലതവണ നമുക്ക് ഇതുപോലത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാറുണ്ട്. അൺലെസ് മാർക്കറ്റിൽ എന്തെങ്കിലും സ്ട്രക്ചറലായിട്ട് ആയിട്ടുള്ള ഇഷ്യൂ ഇല്ലെങ്കിൽ. അതിപ്പോൾ അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ബട്ട് ജനറലി സ്പീക്കിംഗ് എല്ലാവർക്കും ഈ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മെത്തേഡും SIP മെത്തേഡും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ബട്ട് ഓപ്പർച്യൂണിറ്റിയിൽ കുറച്ചും കൂടി നമുക്ക് ലാഭം നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഓപ്പർച്യൂണിറ്റി മെത്തേഡിൻ്റെ മറ്റൊരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ അവസരം വരുമ്പോൾ മാത്രമാണ് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാർക്കറ്റിൽ എപ്പോൾ അവസരം വന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഈ ഫ്രണ്ട് ലോഡിങ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് അടുത്ത സെക്ഷൻസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള മോഡൽസും ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് മാർക്കറ്റിൽ കൂടുതൽ ഡിസ്കൗണ്ടഡ് ആവുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രാജുവലി കൂട്ടാം. മാർക്കറ്റിൽ ഡിസ്കൗണ്ട് കാണുമ്പോൾ SIP എമൗണ്ട് കൂട്ടാനും സോ അതിനകത്തെ ഓപ്പർച്യൂണിറ്റീസ് മിസ് ആകാതിരിക്കാനും ഈ മെത്തേഡ് സഹായിക്കും. പിന്നെ ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനും മറ്റു വഴികളുണ്ട്. ഇവിടെ 5% മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പൾസ് ബൈയിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സ്റ്റീൽ മാർക്കറ്റ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും റിലയബിൾ അസറ്റ്സ് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങിച്ച് അക്യുമുലേറ്റ് ചെയ്താൽ മാത്രമാണ് ആ അസറ്റ്സിൻ്റെ വാല്യൂ പിന്നീട് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലെയിമർ പറയാം.
ഈ മെത്തേഡ് ഇൻഡെക്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് സേഫസ്റ്റ്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് ഇൻഡെക്സ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന അത്ര റിലയബിൾ ആയിട്ട് സ്റ്റോക്സ് ബൗൺസ് ബാക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം കെയർ എടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. വീണ്ടും ക്ലിയറായി പറയാം, പ്രോപ്പർ റിസർച്ച് ഇല്ലാതെ സ്റ്റോക്സിൽ ഇതുപോലെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. സോ ഇതുവരെ പറഞ്ഞത് സിമ്പിളാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് മിക്ക ആളുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ആക്ഷൻ ലെയർ. ഹൗ യു ആക്ച്വലി ഡിപ്ലോയ് ദ മണി. ഈ സ്റ്റേജിലെത്തിയാൽ മിക്ക ആളുകളും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്തമാറ്റിക്കലി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ലോങ്ങർ ടൈം ഫ്രെയിമിൽ എല്ലാം കറക്റ്റായിട്ട് വരുമെന്നല്ലേ. ബട്ട് ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇത് വെറും ആക്ഷൻ ലെയർ മാത്രമാണ്. എത്ര പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യണമെങ്കിലും അതിനൊരു സ്ട്രോങ് ബേസ് ആവശ്യമുണ്ട്. ഇവിടെയാണ് മിക്ക ആളുകളും ബാഡ്ലി ഫെയിൽ ചെയ്യുന്നത്. അത് കണക്കുകൊണ്ടല്ല, സൈക്കോളജി കൊണ്ടാണ്. അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുമ്പോൾ ഹ്യൂമൻ ബീങ്സ് സാധാരണ നിലയ്ക്ക് സേഫ്റ്റി അന്വേഷിച്ച് പോകും. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനൊക്കെ വയർഡായിരിക്കുന്നത്. മാർക്കറ്റിൽ ഇതേ വയറിങ് തന്നെ വീണ്ടും വീണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട ബേസ് എന്താണ് എന്നുള്ളത് പറയുന്നതാണ് നെക്സ്റ്റ് സെഷൻസ്. സ്റ്റെബിലിറ്റി ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതാണ് സ്റ്റെബിലിറ്റി. നിങ്ങളോട് തന്നെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ കയ്യിൽ മതിയായ പണമുണ്ടോ? അതായത് എല്ലാ എക്സ്പെൻസസും എമർജൻസി ഫണ്ടും ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ടുള്ള പണം നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് റിയൽ ഇൻവെസ്റ്റബിൾ മണി ഉണ്ടാവുള്ളൂ. ആ എക്സസ്, അതാണ് നിങ്ങളുടെ ഡ്രൈ പൗഡർ. പാനിക്കില്ലാതെ, പ്രഷറില്ലാതെ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ടുള്ള എക്സ്പെൻസസ് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് നിങ്ങളെ തെറ്റായ ഡിസിഷൻസിലേക്ക് തെറ്റായ സമയത്ത് നയിക്കും. ഇനി അടുത്തതായിട്ട് വരുന്ന കാര്യങ്ങൾ മിക്ക ആളുകളും ഒരിക്കൽ പോലും സീരിയസ്ലി കൺസിഡർ ചെയ്യാത്തവയാണ്. നല്ല റിട്ടേൺസ് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ കൺവിക്ഷൻ. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല കറക്റ്റായിട്ടുള്ള ബിസിനസ്സിലാണോ, അതെയോ കറക്റ്റായിട്ടുള്ള സെക്ടറിലാണോ? കൺവിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു സ്റ്റോക്കിനെ ഇഷ്ടപ്പെടുന്നതല്ല. അത് ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ സെക്ടറിൽ പല സിറ്റുവേഷൻസ് വരുമ്പോൾ, പല സ്റ്റിമുലസ് ഈ ബിസിനസ് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യും എന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുന്നതാണ്. കൺവിക്ഷൻ ഇല്ലെങ്കിൽ വോളറ്റിലിറ്റി ഡേഞ്ചർ ആയിട്ട് തോന്നും. കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അതേ വോളറ്റിലിറ്റി തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറും. സമയം. നിങ്ങളുടെ ടൈം ഹൊറൈസൺ എന്താണ്? റിട്ടയർമെൻറ്റിനാണോ, അതെയോ വെൽത്ത് ഗ്രോത്തിനാണോ, അതെയോ എന്തെങ്കിലും ഫിക്സ്ഡ് ടൈം ലൈൻ വെച്ചിട്ടാണോ? ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. മാർക്കറ്റ് നമ്മുടെ പേഴ്സണൽ ടൈം ലൈൻസിനെ റെസ്പെക്റ്റ് ചെയ്യില്ല. ഒരു പ്രീഡിഫൈൻഡ് വിൻഡോയിൽ തന്നെ പണം വേണം എന്ന് വെച്ചാൽ നിങ്ങളുടെ റിസ്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ലിക്വിഡിറ്റി. നിങ്ങളുടെ ഓവറോൾ സിറ്റുവേഷൻ എത്ര ലിക്വിഡാണ്? നിങ്ങളുടെ അസറ്റ്സ് ലിക്വിഡ് ആണോ, അതെയോ ഇല്ലിക്വിഡ് ആണോ, അതെയോ അതിൻ്റെ വാല്യൂ കണ്ടിന്യൂസ്ലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണോ? ലിക്വിഡിറ്റി എന്നുള്ളത് ക്യാഷ് മാത്രമല്ല, അൺഎക്സ്പെക്റ്റഡ് ഷോക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ടച്ച് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ലൈഫ് മാനേജ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അതാണ് ശരിക്കുള്ള ലിക്വിഡിറ്റി. ഇനി റീസൺ. ഇത് വളരെ സട്ടിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിക്സ്ഡ് ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡെഡ് ലൈനിലേക്കോ ടൈ ചെയ്ത റീസൺ അല്ല ഒരിക്കലും ഒരു വാലിഡ് റീസൺ. മാർക്കറ്റ് നിങ്ങളുടെ പ്ലാൻസിനെ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സിസ്റ്റമാറ്റിക്കൽ വിഡ്രോവൽ പ്ലാൻ പോലും മാർക്കറ്റ് റോങ് ടൈമിൽ ക്രാഷ് ചെയ്താൽ ഫെയിൽ ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളുടെ റീസൺ ലോങ് ടേം വെൽത്ത് ഗ്രോത്ത് ആണെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പ്രോ സ്റ്റഫിലേക്കാണ്, അതായത് ലെവൽ 3. ഇവിടെയാണ് മൾട്ടി ബാഗേഴ്സ് ഉണ്ടാകുന്നത്. ഇത് സ്റ്റോക്ക് പിക്കിങ്ങിൻ്റെ റെൽമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തിനാണ് ഒരു സാധനം, ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതെന്ന് നിങ്ങൾ നന്നായിട്ട് അറിയണം. അത് എപ്പോൾ വാങ്ങിക്കുന്നത് എന്നും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സ്റ്റോക്ക് നോക്കി ബൈ ചെയ്യുന്നതല്ല, ഒരു ബിസിനസ്സിനെ വളരെയധികം നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാൻ മുമ്പേ പറഞ്ഞൊരു സ്റ്റോക്കിൽ, മുമ്പേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് റിസർച്ച് ചെയ്തത്, എങ്ങനെയാണ് എനിക്ക് കൺവിക്ഷൻ വന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ആ സ്റ്റോക്ക് ഇപ്പോൾ എനിക്ക് ഏകദേശം 100% വരെ റിട്ടേൺസ് തന്നിട്ടുണ്ട് വളരെ ഷോർട്ട് ടേമിൽ. ബട്ട് അതിന് മുമ്പുണ്ടായിരുന്ന ഒരുപാട് വോളറ്റൈൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഞാൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തേ എന്നുള്ളത് ആ റിസർച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് മാക്രോ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഫൈനാൻഷ്യൽസും ബിസിനസ് സൈക്കിൾസും കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡിസിഷൻസ് എടുക്കാം. നിങ്ങളുടെ ടൈമിങ്ങും കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. പക്ഷേ എല്ലാത്തിലും മുകളിൽ റിസ്ക് ആണ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 2 സൂപ്പർ പവർ കിട്ടും. 1 ബെറ്റർ റിട്ടേൺസ്, 2 ഡ്രോ ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നിങ്ങൾ ഓൺ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ടൈപ്പ് സ്ട്രെസ് വന്നാൽ അതെങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നന്നായിട്ട് അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം. ഇനി ബിയോണ്ട് ലെവൽ 3. ലെവൽ 3യിൽ തന്നെയാണ് മാക്സിമം ആളുകളും സ്റ്റോപ്പ് ചെയ്യുന്നത്. ബട്ട് ഇത് കഴിഞ്ഞാലും വി ആർ ലീവിങ് മണി ഓൺ ദി ടേബിൾ. സീരിയസ് ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് അടുത്ത ലെവൽസിലേക്ക് കടക്കാറുള്ളൂ. പോപ്പുലർ ബിലീഫിനോട് വിരുദ്ധമായിട്ട് ഇവിടെ മാസീവ് ക്യാപിറ്റൽ ഒന്നും വേണ്ട. നമ്മൾക്കിത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാവുന്നതാണ്. വളരെ ചെറിയ ക്യാപിറ്റലോട് കൂടെ തന്നെ. കേൾക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട് തോന്നും. ബട്ട് ഇത് MBA എടുക്കുന്ന പോലെ ഒന്നുമല്ല. ബട്ട് ഒരു കാര്യമുണ്ട്, ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. സോ നെക്സ്റ്റ് ലെവൽ ഇസ് ലെവൽ 4. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻസ് ആക്റ്റീവ്ലി ട്രാക്ക് ചെയ്യുന്നു. സമയത്തിനനുസരിച്ച് പ്രോഫിറ്റ്സ് ടേക്ക് ചെയ്യുകയും ചെയ്യുന്നു. സർപ്രൈസിംഗ്ലി ഇതിനും അധിക സമയമൊന്നും എടുക്കുന്നതല്ല പഴയ ലാസ്റ്റ് ലെവലിനോട് വെച്ച് നോക്കുമ്പോൾ. നോളജ് ലിവറേജ് ചെയ്യുന്നു. മാർക്കറ്റിനെ കുറച്ചും കൂടി അവെയർ ആയിട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ സൂപ്പർ പവേഴ്സ്. ബെറ്റർ ക്യാപിറ്റൽ കൺട്രോൾ ആൻഡ് ബെറ്റർ റിസ്ക് മാനേജ്മെൻ്റ് ആണ് ഇതിൻ്റെ ഔട്ട്കം. സോ നെക്സ്റ്റ് ലെവൽ ഇസ് പോർട്ട്ഫോളിയോ ഡിസൈൻ. ഇതിൽ ഉൾപ്പെടുന്നത് പോർട്ട്ഫോളിയോ ബാലൻസിങ്, ബീറ്റ വെയ്റ്റിംഗ് ആൻഡ് പ്രഡിക്റ്റബിലിറ്റി. ചില സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സ്ട്രക്ചേഴ്സ് വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഓൾ വെതർ സ്റ്റൈൽ പോർട്ട്ഫോളിയോസ് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇവയുടെ ഗോൾ ഒന്നാണ്, എക്സൈറ്റ്മെൻ്റ് അല്ല, വളരെ ടൈറ്റ് ആയിട്ടുള്ള റിസ്ക് കൺട്രോൾ ആണ്. ലെവൽ 6 ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്. ബട്ട് എനിവേ ഒന്ന് പറഞ്ഞു വന്നത് തെറ്റില്ല. ഈൽഡ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടെ തന്നെ കോൺവെക്സ് ആയിട്ടുള്ള ബെറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ക്യാപിറ്റൽ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാം. ലിവറേജ് ഒരു ടൂളാണ്, ഒരു വെപ്പണല്ല. സോ ഇത് ബോറോയിങ് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബ്രോക്കറിൻ്റെ മാർജിൻ യൂസ് ചെയ്യാതെയോ ട്രേഡിംഗ് ചെയ്യാതെയോ വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ലിവറേജ് കൊണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് റിസ്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും നമുക്ക് കഴിയും. പക്ഷേ അതൊക്കെ പല അതർ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലെവൽ ഓപ്ഷനിലാണ്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ വളരെ ഡേഞ്ചറസ് ആണ്. സോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ഇൻവെസ്റ്റിങ്ങിലാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഹോബീസിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഒരു കാര്യം ആദ്യം തന്നെ ക്ലിയർ ആക്കാം, ഇതൊന്നും ഞാൻ ഇൻവെൻറ്റ് ചെയ്ത മെത്തേഡ്സ് അല്ല. ഈ ടോപ്പിക്കിൽ എനിക്ക് വളരെയധികം പാഷനുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഐഡിയാസ് കിട്ടാലും ഞാനത് കളക്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കാറുമുണ്ട്. ഈ ഫ്രെയിം വർക്ക്സും ജഡ്ജ്മെൻറ്റ് ടൂൾസും വന്നത് ഞാൻ ലേൺ ചെയ്ത ആളുകളുടെ അടുത്തുനിന്നും പിന്നെ ഞാൻ പേഴ്സണലി ചെയ്ത സിറ്റുവേഷൻസിൽ നിന്നും റിയൽ ടൈമിൽ പ്രോസസ്സ് ചെയ്ത മിസ്റ്റേക്കുകളിൽ നിന്നുമാണ്. ഞാൻ സൽമാൻ, ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. പ്രൊഡക്റ്റ് കമ്പനീസ് എന്ത് ബിൽഡ് ചെയ്യണം, എവിടെ ബിൽഡ് ചെയ്യണം, എങ്ങനെ അതിനെ സ്കെയിലിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള സബ്ജക്ട്സിൽ അവരെ അഡ്വൈസ് ചെയ്യുന്ന റോൾസിൽ വർക്ക് ചെയ്തുകൊണ്ട് വരികയാണ്. ഇത് ഞാൻ സംസാരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉള്ളവരോടാണ്. പക്ഷേ അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാത്തവരോട്, അതുപോലെ തന്നെ ഇന്ത്യൻ റെസിഡൻസിനോടും. ഫേവറബിൾ ആയിട്ടുള്ള LTCG റൂൾസ് ഉണ്ടായിട്ടും അതിനെ പ്രോപ്പറായിട്ട് അഡ്വാൻറ്റേജ് എടുക്കാത്തവർ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വളരെ ഹൈ ആണെന്ന്. ബട്ട് റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല ഡെവലപ്ഡ് കൺട്രീസിലും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇതിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. യൂറോപ്പിലും US-ലൊക്കെ ഉള്ള മലയാളികൾ ഇതിനെ കൺഫേം ചെയ്യും. സോ ഫൈനലി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ അല്ലാന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക. ഇത് ഞാൻ പണത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള വീഡിയോസാണ്. സോ പണ്ടാരോ പറഞ്ഞ പോലെ ഡോണ്ട് കിൽ ദ മെസ്സഞ്ചർ. ഞാൻ നിങ്ങളെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് പോയിൻ്റ് ഇറ്റ് ഔട്ട്. ഇനിയും ഇതുപോലുള്ള പ്രസൻറ്റേഷൻസ് ഞാൻ ചെയ്യും.
ഈ ടോപ്പിക്സിലേക്ക് ഡീപ് ഡൈവും ചെയ്യും. ഇത് നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫോളോ അലോങ്. താങ്ക് യു.